കൊല്ലം കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദറാണ് കൊല്ലപ്പെട്ടത്. പ്രതി ധനേഷ് പോലീസ് കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, എന്താണ് ഈ കൊലപാതകത്തിൽ കലാശിച്ച വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? ഇത് കഴിഞ്ഞ ദിവസം രാത്രി 10-നും 12-നും ഇടയിലായിരുന്നു സംഭവം. തേവലപ്പുറം കുഴക്കാട് എന്ന സ്ഥലത്ത് ശ്യാം സുന്ദറിന്റെ വീടിനുള്ളിൽ വെച്ച് പിച്ചാത്തി കൊണ്ടാണ് ഈ ദിനേശ് കുത്തി കൊലപ്പെടുത്തിയത്. അതിനുശേഷം വീടിന്റെ കതകിന്റെ കുറ്റി പുറത്തു നിന്നിട്ടു. തുടർന്ന് ഈ കുത്തേറ്റ ശ്യാം സുന്ദർ പ്രദേശത്തെ അറിയുന്ന ഒരു വ്യക്തിയെ അറിയിച്ചു, ഈ സംഭവം അറിയിച്ചു. അയാൾ രാത്രി 12 മണിയോടെ പുത്തൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതാണ് ഈ സംഭവം. അതായത് ഈ ശ്യാം സുന്ദറിന്റെ ഭാര്യ 4 വർഷം മുമ്പ് ധനേഷിന്റെ കൂടെ പോയി താമസിച്ചു വരികയായിരുന്നു. ഈ വീട്ടിൽ താമസിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ തർക്കമാണ് ഇപ്പോൾ കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇത് ധനേഷ് വിവാഹം കഴിച്ച അല്ലേ? ധനേഷിന്റെ ഭാര്യ ഈ ശ്യാം സുന്ദറിനൊപ്പം 4 വർഷം മുമ്പ് പോയി. അതാണ് ഈ പ്രശ്നങ്ങൾക്കിടയാക്കിയത്. അതെ, ഇതാണ് ഈ സംഭവങ്ങൾക്ക് കാരണം. നിലവിൽ ഈ നാട്ടുകാരെന്താണ് ഇതുമായി ബന്ധപ്പെട്ടതിൽ പറയുന്നത്? ശ്യാം സുന്ദറിന്റെ ഭാര്യ 4 വർഷം മുമ്പ് ധനേഷിന്റെ കൂടെ പോയി. ധനേഷും ആ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ശ്യാം സുന്ദറിന്റെ ഭാര്യക്കൊപ്പമാണ് താമസിക്കുന്നത്. അത് ആ ഭാര്യയുടെ പേരിലാണ് ആ വീടുള്ളത്. ആ വീട്ടിൽ നിനക്ക് താമസിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞവര് തങ്ങൾ തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ ഒടുവിലാണ് ധനേഷ് ഈ ശ്യാം സുന്ദറിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. രാജ്കുമാർ, ഇത് ചില അവ്യക്തതകൾ. ഈ 3 പേരും, ഈ ശ്യാം സുന്ദറും ധനേഷും ഭാര്യയും എല്ലാം ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു. ഒരു അവ്യക്തതയുണ്ട് അക്കാര്യങ്ങളിൽ. അല്ല, ഒരുമിച്ചല്ല. 4 വർഷമായി ഈ ശ്യാം സുന്ദർ ഇവരോടൊപ്പമല്ല താമസിക്കുന്നത്. പക്ഷേ ഈ ഭാര്യയുടെ പേരിലുള്ള വീട്ടിലേക്ക് ഇവർ താമസം മാറുകയും ഈ ധനേഷിന്റെ ഒപ്പമായിരുന്നു ശ്യാം സുന്ദറിന്റെ ഭാര്യ താമസിച്ചു വന്നത്. ഈ വീട്ടിൽ താമസിക്കാൻ ഒക്കത്തില്ല എന്ന് ചൊല്ലി ധനേഷും ശ്യാം സുന്ദറും തമ്മിൽ തർക്കമായി. ആ തർക്കത്തിന്റെ ഒടുവിലാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. ശ്യാം സുന്ദർ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ഇവര് അടുത്തടുത്ത സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നത് തന്നെയാണ് ധനേഷും ശ്യാം സുന്ദറും ഒക്കെ, അല്ലേ? തീർച്ചയായിട്ടും ഇവരെല്ലാം സുഹൃത്തുക്കളുമാണ്. ഇവർ രണ്ടുപേരും പഴയ സുഹൃത്തുക്കളാണ്. ആ സാഹചര്യത്തിലായിരുന്നു ഈ ഭാര്യയുമായി ധനേഷിന് ബന്ധമുണ്ടായതും. തുടർന്ന് ഈ ശ്യാം സുന്ദറിന്റെ ഭാര്യയുമായി കഴിഞ്ഞ 4 വർഷമായി ഇവർ ഒരുമിച്ച് ജീവിച്ചു വരികയായിരുന്നു. ഇതിനിടെ പലവട്ടം ഇവർ തങ്ങളിൽ തർക്കങ്ങളും അടിപിടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാരിൽ ചിലർ പറഞ്ഞു. എന്തായാലും പക്ഷെ അത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇത് തമ്മിലുള്ള ഈ തർക്കം അത് മൂർച്ഛിക്കുകയും ഏറ്റവും ഒടുവിൽ വീട്ടിൽ കയറി കത്തി കൊണ്ട് കഴുത്തിന് കുത്തുകയായിരുന്നു ധനേഷ്. ശരി, രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.